ോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ? പരലോകത്തിൽ വിശ്വാസമുള്ളവരല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ? ഞാൻ ചോദിക്കട്ടെ, അബ്ദുസ്സലാം സുല്ലമി എത്ര തിരുത്തി? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ പിശാചിനോട് സഹായം തേടിയാൽ പിശാച് ആ മനുഷ്യനെ ഉപദ്രവിക്കുകയില്ല. സലാം സുല്ലമിന്റെ ബുക്കിലുള്ളതാ. ജിന്ന്, പിശാച്, സിഹിർ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുമ്പോ പിശാചിനോട് സഹായം തേടണം. എന്നാ പിശാച് ആ കുട്ടിയെ ഉപദ്രവിക്കൂല, ബന്ധത്തിലുണ്ടാകുന്ന കുട്ടിയെ ഉപദ്രവിക്കൂല. എഴുതിയിട്ടില്ലേ? ഞങ്ങളത് ഇങ്ങനെ എടുത്ത് പറഞ്ഞെടുക്കുകയാണെങ്കിലോ? അതുപോലെ തന്നെ വേറെ എന്തെല്ലാം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫിലെ ആയത്ത് അയാൾ തിരുത്തിയില്ലേ? സൃഷ്ടിപ്പിൽ എന്നതിനെ സൃഷ്ടികൾക്കിടയിൽ എന്നാക്കി അർത്ഥം മാറ്റി പറഞ്ഞില്ലേ? അതിനെ ഞങ്ങള് മുജാഹിദ് പണ്ഡിത KNM പ്രവർത്തകന്മാര് അതിനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോ അയാൾ തിരുത്തിയിട്ടും പിന്നെ ന്യായീകരിച്ചു. അതുപോലെ അന്യ പുരുഷന്റെ പിന്നിൽ ബൈക്കിലിരുന്ന് പെണ്ണുങ്ങൾക്ക് യാത്ര ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോ യാത്ര ചെയ്യാമെന്നാണ് അയാൾ പറഞ്ഞത്. പുടവയിൽ വന്നതല്ലേ, പിന്നെ തിരുത്തു കൊടുത്തിട്ട് കാര്യമുണ്ടോ? എത്ര മോശമായിട്ട് ആ പേരോട് മുസ്യാരതിനെ കളിയാക്കിയത് അല്ലേ? അന്യ പുരുഷന്റെ കൂടെ പെണ്ണ് ഇരിക്കണം, പക്ഷെ സ്പർശനം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കണം. എന്നിട്ട് പേരോട് പറയാ, സ്പർശനം ഒഴിവായിക്കൊള്ളണമെന്നൊന്നുമില്ല, ശ്രമിച്ചാ മതി. ഹമ്പിന്റെ അടുത്ത് ചെല്ലുമ്പോ എങ്ങനെയാ മൗലവി ആ സ്പർശനം ഒഴിവാക്കിയെന്ന് അതുകൂടി ഒന്ന് കാണിച്ചു തരണം മൗലവി എന്ന് പറഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ പുച്ഛിച്ച് പറഞ്ഞില്ലേ? അത് അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞതല്ലേ? പെണ്ണുങ്ങൾക്ക് ജുമാ ഖുതുബ നടത്താൻ ആമിന വദൂദ് ഖുതുബ നടത്തിയപ്പോ അതിനെന്താ തെറ്റ് എന്ന് ചോദിച്ച് പുടവയിൽ എഴുതിയില്ലേ? അതുപോലെ എന്തെല്ലാം കാര്യങ്ങള്. അപ്പൊ സുഹൃത്തുക്കളെ, ഒരാൾ തിരുത്തിയാലും അതങ്ങനെ തന്നെ ഇടുകയാണെങ്കിൽ അതേ മാർഗം ഞങ്ങൾക്ക് അങ്ങോട്ടും സ്വീകരിക്കാനുണ്ട്. ഞങ്ങൾ അങ്ങോട്ടൊന്ന് സ്വീകരിക്കും. പക്ഷേ ഞങ്ങളത് ചെയ്യാത്തത് ഞങ്ങൾ പരലോകത്തിൽ അല്പം വിശ്വാസമുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇങ്ങോട്ടൊരു തിന്മ ചെയ്താൽ അതിന് പ്രതിഫലം അങ്ങോട്ടും തിന്മയാണ്, തുല്യമായ തിന്മയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്ന കാര്യം മടവൂരി സുഹൃത്തുക്കൾ ഓർക്കുന്നത് നന്ന് എന്ന് മാത്രമേ എനിക്കതിനെ സംബന്ധിച്ചു.